ആറാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പിന് പ്രൗഢ സമാപനം. യുഎയിലെ ഫുജൈറയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 16 രാജ്യങ്ങളിൽ നിന്നുള്ള 160 യോഗ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഫുജൈറ രാജകുമാരൻ ഷെയ്ഖ് മക്തൂം ബിൻ ഹമദ് അൽ ഷേഖിയുടെ രക്ഷകർത്തൃത്വത്തിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. ഭാരതത്തിൻ്റെ സ്വന്തം യോഗയെ ലോകം ഏറ്റെടുക്കുന്ന കാഴ്ചയ്ക്കാണ് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് സാക്ഷ്യം വഹിച്ചത്. ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷനും UAE മിനിസ്ട്രി ഓഫ് സ്പോർട്സും UAE യോഗയും സംയുക്തമായാണ് ഫുജൈറയിൽ ആറാമത് ഏഷ്യൻ യോഗാസന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ഇതാദ്യമായാണ് ഒരു അറബ് രാജ്യത്ത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടന്നത്. 2 ദിവസങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഇന്ത്യ, UAE, സൗദി അറേബ്യ, ചൈന തുടങ്ങിയ 16 രാജ്യങ്ങളിൽ നിന്നുള്ള 160 യോഗ താരങ്ങൾ പങ്കെടുത്തു. Actually, this is the first time in the Middle East the United Arab Emirates is hosting such an event, and the Emirates of Fujairah, and we are proud that we're hosting such an event in our country. As you know, we have more than 16 countries participating in this championship and more than 160 players. യോഗാസന, ആർട്ടിസ്റ്റിക് യോഗ, റിതമിക് യോഗ, ഫ്രീ ഫ്ലോ യോഗ തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. കേരളത്തിൽ നിന്നുള്ള 11 പേരടക്കം ഇന്ത്യയിൽ നിന്ന് 40 പേരുടെ സംഘമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. അടിപൊളിയാണ്. നമ്മളൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയാം. ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇറങ്ങാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേർ മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നു. ഒരു കായിക അഭ്യാസമായും യോഗയെ ലോകമെങ്ങും അംഗീകരിക്കുകയാണ്. ഫുജൈറയിൽ നിന്ന് രഞ്ജിത്ത് പലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.